അസ്സലാമു അലൈക്കും. കുറഞ്ഞ അളവിൽ രുചികരമായി എങ്ങനെ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യപടിയായി വാഷ് ചെയ്ത ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കാം. ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇവയെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കണം. മസാല പിടിക്കാനായി 1 മണിക്കൂറെങ്കിലും ചിക്കൻ മാറ്റി വെക്കണം. ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുകോരി മാറ്റാം. ആ നെയ്യിൽ തന്നെ ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞ് അതും വറുത്തു മാറ്റുക. വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ മുഴുവനായും വേവിക്കരുത്, പകുതി വേവായാൽ മതി. ചിക്കൻ വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിൽ നിന്നും പകുതിയിലേറെ എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 4 സവാള കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതേസമയം അപ്പുറത്തെ സ്റ്റൗവിൽ ചോറിനുള്ള വെള്ളം വെക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, സ്പൈസസും കുറച്ചിട്ട് കൊടുക്കുക. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 4 തക്കാളിയും 4 പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ ഇത് വഴറ്റിയെടുക്കുക. ഇതേ സമയം ചോറിനായി വെച്ച വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ബിരിയാണി അരി നന്നായി കഴുകി വെള്ളം വാരാൻ വെച്ച് വെള്ളം വാർന്നതിന് ശേഷം ആ അരി ഇട്ട് കൊടുക്കുക. ചോറ് പാത്രത്തിൻ്റെ അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ ഒരു തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള ആയി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായി യോജിപ്പിക്കുക. അരി വേവിക്കുന്ന പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ശേഷം പൊരിച്ചു മാറ്റിയ ചിക്കൻ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. ഈ മസാലക്കൂട്ടിലേക്ക് മല്ലിച്ചപ്പ്, പുതിന,
അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. ബിരിയാണിയിലേക്കുള്ള റൈസ് 80% വേവായാൽ ഊറ്റിയെടുക്കുക. ദം ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായി റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. തല വിതറി കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ബാക്കിയുള്ള റൈസ് മസാലയുടെ മുകളിലായി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ചെറുതായി വറുത്തതും ഇട്ട് കൊടുക്കുക. ശേഷം ചെമ്പ് മൂടി വെച്ച് അതിന് മുകളിലായി തീക്കണലിട്ട് കൊടുത്ത് 2 മണിക്കൂറെങ്കിലും ദം ചെയ്യണം. ചോറ് ദം ചെയ്യുന്നതിന് മുമ്പായി അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ റൈസ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കണലിൻ്റെ ചൂട് കൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെമ്പിന് മുകളിലുള്ള റൈസിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള റൈസ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യാനുസരണം വിളമ്പാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.